ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ജാതികൾ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ജാതികൾ, എന്താണ് ജാതികളുടെ സ്വഭാവം, അവരുടെ പ്രവൃത്തി എങ്ങനെയാണ്, അവരുടെ അനുഭവം എങ്ങനെയാണ് എന്നുള്ള ബഹുവിധ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൽ ജാതികളുടെ വഴി എന്താണ്, അതായത് ജാതികൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ജാതികളും യഹൂദനും എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളാണ് ലോകത്തിലുള്ളത്. ജാതികളെന്ന് പറയുന്നത് അവർ നക്ഷത്ര രാശികളെ ആരാധിക്കുന്നവരാണ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്നവരാണ്. അത് ഒരു വഞ്ചനയിൽ കൂടി ശത്രു ചെയ്ത പ്രവൃത്തിയാണ്. ആ വഞ്ചന എന്തെന്നും അതിൽ കൂടി സംഭവിച്ചത് എന്തെന്നും ഇതിനു മുമ്പ് ചില ക്ലാസ്സുകൾക്ക് മുമ്പുള്ള സമയത്ത് ക്ലാസ്സിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ ജാതിയായി തീരുന്നത് എങ്ങനെ എന്നുള്ള വീഡിയോയിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ പാഠങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ ജാതിയായി തീർന്നാൽ അവനിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന സ്വഭാവങ്ങളാണ്. അങ്ങനെ കഴിഞ്ഞ ഭാഗങ്ങളിൽ 6-7 ഭാഗം നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു വചനഭാഗം വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരിച്ച് നടന്നവരാണ് വിശ്വാസികൾ, അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞവർ അതിന് മുൻപ്. എന്താണ് അതിൻ്റെ പൊരുൾ? എന്താണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു ശാസ്ത്രം തന്നെയാണ് നക്ഷത്രശാസ്ത്രം, ജ്യോതിഷം. നമ്മൾ കബഡി നിരത്തുക, അതുപോലെ തന്നെ പഞ്ചാംഗം നോക്കുക, നക്ഷത്ര രാശികളുടെ ഗ്രഹനില നോക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നാം ഗ്രഹിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളത് ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കണം. അതിന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. നിനക്ക് രാശിചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? അതിന് ഭൂമിയിലുള്ള സ്വാധീനത നിനക്ക് നിർണ്ണയിക്കാമോ? ഇങ്ങനെ ചില കാര്യങ്ങൾ യോബിൻ്റെ പുസ്തകത്തിൽ ചോദിച്ചതാണ് നമ്മൾ വായിച്ചു കേട്ടത്. 38-ാം അധ്യായത്തിന് 32-ാം വാക്യമാണ്. ആകാശത്തിൽ ചില നിയമങ്ങളുണ്ട്. അതായത് ആകാശത്തിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം നാം കാണുന്ന ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കൊക്കെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം. പേരെന്ന് പറഞ്ഞാൽ പേരുണ്ടെങ്കിൽ അതിനൊരു സ്വഭാവമുണ്ട്, സ്വഭാവമുണ്ടെങ്കിൽ വ്യക്തിത്വമുണ്ട്, അതിന് അതിൻ്റേതായ ഒരു ജീവിതമുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആകാശ നക്ഷത്രങ്ങൾ അവയ്ക്കൊക്കെയും അവയുടേതായ ശക്തിയും പ്രവർത്തനങ്ങളും ഉണ്ട്. ആ നക്ഷത്രങ്ങൾക്കൊക്കെയും ഭൂമിമേൽ സ്വാധീനതയുമുണ്ട്. ആ സ്വാധീനതയെക്കുറിച്ച് സയൻസ് പഠിപ്പിക്കുന്ന ചരിത്രം നമുക്കറിയാം, അനുഭവം നമുക്കറിയാം. ആ സയൻസ് പഠിപ്പിക്കുന്നത് ചന്ദ്രൻ്റെ ആകർഷണത്താൽ സമുദ്രത്തിലെ വെള്ളം ഉയരുന്നു. അപ്പോൾ കരയിലെ വെള്ളം കടലിലേക്ക് ഒഴുകുന്നതിനെ വേലിയിറക്കമെന്ന് പറയുന്നു. ചന്ദ്രൻ്റെ ആകർഷണം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്ഥാനം മാറുമ്പോൾ ആ ആകർഷണം വിടുകയും വെള്ളം യഥാസ്ഥാനപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒഴുകി ഇറങ്ങിയ വെള്ളം തിരികെ ശക്തമായിട്ട് കരയിലേക്ക് കയറുന്നതിനെ വേലിയേറ്റവും എന്ന് പറയുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് വചനം പറയുന്നത് എന്താണ്? അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അതെങ്ങനെയാണ്? ഈ പറഞ്ഞ വേലിയേറ്റവും വേലിയിറക്കത്തിൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചതല്ല, ഈ ചന്ദ്രന് ഈ ഭൂമിയിൽ ഇത്ര സ്വാധീനമുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശം എന്ന് പറയുന്നത് സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ സൂര്യന് എത്ര പ്രകാശം ഉണ്ടാവും? ഈ ഭൂമിയിലെ
സസ്യാദികളും വളർച്ച ശരീരം ഉള്ള എല്ലാ ജീവജന്തുക്കളും അവരുടെയൊക്കെയും ഊർജം വളരുവാനും അത് നിലനിൽക്കുവാനും വേണ്ട ഊർജം ദൈവം സൂര്യൻ്റെ ഊർജത്തിൽ നിന്ന് കൽപ്പിച്ചിരിക്കുന്നതാണ്. അത് നിലനിർത്തുവാനും അതിൻ്റെ ഘടനയ്ക്കും ജീവിതത്തിനും മാറ്റവും ഏറ്റക്കുറച്ചിലുകളും വ്യത്യാസം വരുത്തുവാനും വിവിധമായിട്ടുള്ള നക്ഷത്രങ്ങളിൽ നിന്നുള്ള സ്വാധീനം ഭൂമിയിൽ കർത്താവ് കൊടുത്തിട്ടുണ്ട്, കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് 19-ാം സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത്, അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സൂര്യൻ്റെ ഉഷ്ണമേൽക്കാതെ മറിഞ്ഞിരിക്കുന്ന ഒന്നും ജീവനുള്ളതായിട്ട് ഈ ലോകത്തിൽ, ഈ ഭൂമിയിലില്ല. അപ്പോൾ അത്ര ഭയങ്കരമാണ് ഈ നക്ഷത്രങ്ങളുടെ സ്വാധീനം ഈ ഭൂമിയിൽ. ഈ സ്വാധീനം അനുസരിച്ച് മനുഷ്യർക്ക് വ്യത്യാസം ഉണ്ടാകും, അനുഭവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും, സസ്യങ്ങൾക്ക് വരെ വ്യത്യാസം ഉണ്ടാകും. വിശേഷാൽ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾക്കും അനുഭവങ്ങൾക്കും എല്ലാം അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഭൂമിമേൽ സ്വാധീനിക്കുന്ന സ്വാധീനത അവരെ അനുസരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യം പറഞ്ഞല്ലോ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും വ്യക്തിത്വമുണ്ട്, അവർക്ക് അവരുടേതായ സ്വഭാവമുണ്ട്, അവർക്ക് അവരുടേതായ ഇച്ഛയുണ്ട്. അവരുടെ ഇഷ്ടം നിവർത്തിക്കുവാൻ അവർ മനുഷ്യൻ്റെ ശരീരത്തിലും പ്രകൃതിയിലും സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിൽ സ്വാധീനിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് മനോവികാരങ്ങൾ. ദൈവം മനോവികാരം ഉണ്ടാക്കുമോ? ഒരിക്കലും ഉണ്ടാക്കില്ല. എരിവുണ്ടാക്കും. വികാരം ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ആളുകളാണ്. ആരൊക്കെയാണ്? സൂര്യനും ചന്ദ്രനും നക്ഷത്ര രാശികൾക്ക് ഭൂമിയുള്ള സ്വാധീനത്താൽ മനുഷ്യൻ്റെ ശരീരം സ്വാധീനിക്കപ്പെട്ടതിന് ശേഷം അവൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് വികാരങ്ങൾ. ഈ വികാരമാണ് മനുഷ്യനെ ആ ദൈവിക പ്രവൃത്തിയിൽ നിന്ന് അകറ്റി സ്വന്തം പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകുന്നു. അത് എഫേസ്യർ 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. മുമ്പേ മനോവികാരങ്ങളാൽ ദൈവത്തിന് വിരോധമായി നടന്നവരാണ് നാം. അങ്ങനെ നടന്നവരെ ദൈവം വിടുവിച്ച് കൊണ്ടുവന്നതാണ്. ഇത് നോക്കി ജീവിക്കുന്നവരുണ്ട്. അതായത് ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇതിൻ്റെ സ്വാധീനത്തിൽ ജനിക്കുന്നു. ഏത്? നക്ഷത്ര രാശികളുടെ സ്വാധീനത്തിൽ ജനിക്കുന്നു. ജനനം മുതൽ ഇവർക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇവർക്ക് അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏത് നാളിൽ ജനിച്ചവൻ അവൻ്റെ ജനനസമയത്ത് സൂര്യൻ എവിടെ നിൽക്കുന്നു, ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, വ്യാഴം എവിടെ നിൽക്കുന്നു മുതലായിട്ടുള്ള ഇതെന്തിനാണെന്നറിയോ? ഈ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നതനുസരിച്ച് അവൻ്റെ അനുഭവങ്ങളുണ്ട്. അത് ശ്ലോകങ്ങളായിട്ടും എഴുതി വെച്ച ലേഖനങ്ങളായിട്ടും എല്ലാം എഴുതി വച്ചിരിക്കുന്ന ജാതികളുടെ ജ്ഞാനമുണ്ട്. ഈ ജ്ഞാനം അനുസരിച്ച് ഇവൻ പരിശോധിക്കുമ്പോൾ ഇവൻ ഇത്രാമത്തെ വയസ്സിൽ ധനവാനായിത്തീരണം, ഇത്രാമത്തെ വയസ്സിൽ രോഗിയായിത്തീരണം, ഇത്രാമത്തെ വയസ്സിൽ ഭവനം വിട്ടു പോകണം. ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ ലിസ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇതെന്താ എഴുതി വച്ചിരിക്കുന്നതെന്ന് തോന്നും. ഇത് വെറും മൂഢതയൊന്നുമല്ല. സ്വാഭാവികമായി ലോകജാതികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവർ മടുത്തു പോകില്ലേ? അത് മടുത്തു പോകും. ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നത് ഇത് അനുസരിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. എന്നാൽ ക്രിസ്തുവിലേക്ക് വന്നതോടുകൂടി ഈ നിയമങ്ങൾ നിങ്ങൾക്ക് ബാധകമല്ല. ഈ നിയമങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുന്നില്ല. ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ട് താനും. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ഒരു മനുഷ്യൻ്റെ ശരീരം നിലനിൽക്കണമെങ്കിൽ സൂര്യൻ്റെ പ്രകാശത്തിന് അളവ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അളവിനും അതിൻ്റെ സ്വാധീനത്തിനും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ രോഗിയായിത്തീരും. അവന് ചർമ്മത്തിൽ അസുഖം, മാനസിക പ്രശ്നങ്ങൾ, കണ്ണിന് മാറാത്ത രോഗങ്ങൾ, ഇതൊക്കെ വരും. അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്വാധീനത്താൽ ശരീരത്തിൻ്റെ സൗഖ്യവും ആശ്വാസവും ഒക്കെ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ഇതല്ല, ഇത് ശരീരത്തെ സ്വാധീനിച്ചതിന് ശേഷം സ്വഭാവത്തിലേക്ക് കിടക്കും. അതായത് അവൻ്റെ സ്വഭാവം ഇവരിലേക്ക് കൊണ്ടുവരാനുള്ള മനോവികാരങ്ങളുണ്ടാക്കും. ഇങ്ങനെ ഈ നക്ഷത്ര രാശികൾ മനുഷ്യൻ്റെ ശരീരത്തെ സ്വാധീനിച്ച് മനോവികാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മനോവികാരമാണ് അവരെ ആരാധിക്കാനായിട്ട് തോന്നുക. ഒരു കാര്യമില്ലാതെ സൂര്യനെ ആരാധിക്കാൻ തോന്നുക.
കാരണം സൂര്യനല്ലേ എല്ലാം അവനെയല്ലേ ആരാധിക്കേണ്ടത്, സൂര്യനല്ലേ, അത് ദൈവമല്ലേ, അങ്ങ് തോന്നുക. അതിന് കർത്താവിൻ്റെ വചനം പറയുന്നതെന്നറിയാമോ? ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് 31-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എൻ്റെ വായ് എൻ്റെ കയ്യെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ. അതായത് ഇവരെ കാണുമ്പോൾ ഈ മനോവികാരങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, മനോവികാരത്തിന് മനുഷ്യൻ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അവരെ വന്ദിക്കാനുള്ള, നമസ്കരിക്കാനുള്ള, ആരാധിക്കാനുള്ള പ്രവണത ഹൃദയത്തിൽ നിന്നുണ്ടാകും. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് പ്രേരണ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ക്രമേണ അവൻ അതിനെ വന്ദിക്കും. അങ്ങനെ ഈ ലോകത്തിൽ അകപ്പെട്ടു പോയ, അന്യാരാധനയിൽ അകപ്പെട്ടു പോയ വലിയൊരു മനുഷ്യവംശം തന്നെ ഉണ്ട് സൂര്യാരാധനയിൽ. ലോകത്തിൽ ഏറ്റവും അധികം നടക്കുന്ന ആരാധനയാണ് സൂര്യാരാധന. ദൈവത്തിൻ്റെ വിരുദ്ധമായ ആരാധനയാണ്. ഈ സൂര്യദേവനെയാണ് വേദപുസ്തകത്തിൽ ബാലെന്ന് പറയുന്നത്. ബാലെന്ന് പറയുന്നത് സൂര്യദേവനാണ്. അവനെയാണ് ഈ ആരാധിക്കുന്നത്. ഇതിന് വശീകരിച്ചു കൊണ്ടുപോവുക, മനോവികാരങ്ങൾക്ക് കീഴ്പ്പെടരുതെന്ന് പറയുന്നത് അതാണ്. വൈകാരികത ക്രിസ്തീയ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചുള്ള എരിവും വചനത്തെ സംബന്ധിച്ചുള്ള എരിവും പറഞ്ഞിട്ടുണ്ട്. അതതിൻ്റെ വഴിക്ക് നടക്കും. ഒരിക്കലും മനോവികാരത്താൽ ദൈവേഷ്ടം ചെയ്യാൻ സാധിക്കില്ല. ഒരിക്കലും ഒരു മനോവികാരത്തിന് മനുഷ്യൻ കീഴ്പ്പെടാൻ പാടില്ല. കാരണം അത് നക്ഷത്ര രാശികളുടെ സ്വാധീനത്താൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അനുഭവമാണ്. ഒരിക്കലും അതിന് കീഴ്പ്പെടാൻ പാടില്ല. ഇത് നമ്മൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മളെ ഇത് ബാധിക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ്. അത് ദൈവം അതിനെ നിയമിച്ചിരിക്കുന്നത്, ഇതിൻ്റെയൊക്കെയും വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും തല ക്രിസ്തുവാണ്. ദൈവം അവയെ നിയമിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം ആര് പ്രവർത്തിക്കുന്നുവോ ആയിട്ട് വന്നിരിക്കണം. ഒരിക്കൽ കൂടി പല കാര്യങ്ങളും ലോകത്തിൽ ചെയ്യുന്നു. എന്നാൽ അവൻ ഒഴിഞ്ഞു പോകും, അവൻ നശിച്ചു പോകും, അവൻ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഈ വികാരങ്ങളാൽ ഉണ്ടാകുന്ന സകല മോഹങ്ങളും സകല മനോവികാരങ്ങളും നീക്കി അതിനെ ജയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആര് മനസ്സ് വയ്ക്കുന്നുവോ അവനെ നീക്കി വിരിക്കുന്ന നിത്യജീവനെ പ്രാപിക്കും. അതിനുവേണ്ടി ഇറങ്ങിയവരാണ് ദൈവത്തിൻ്റെ ജനം. ക്രിസ്തീയ വിശ്വാസികൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞ് അത് ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവന് അനുകൂലമായി പ്രവർത്തിക്കാനാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്, ഈ നക്ഷത്രരാശികളെ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവേഷ്ടം ചെയ്യുന്ന ദൈവത്തിൻ്റെ പൈതലിന് വിരോധമായി എന്തെങ്കിലും പ്രവർത്തിപ്പാൻ ഈ നക്ഷത്രരാശികൾക്കൊന്നിനും കഴിവില്ല, ചെയ്യാൻ പറ്റില്ല, ചെയ്യുകയുമില്ല. ഓരോ ജാതികളെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ ദിവസം അതിനെ സംബന്ധിച്ച് മാസാന്തരം അറിയിക്കുന്നവരുന്നാണ്. അതായത് യെശയ്യാപ്രവചനം 47-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, നിൻ്റെ ആലോചന ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു. എന്തുണ്ടെങ്കിലും ആലോചനയ്ക്ക് പോകും. ജ്യോതിഷക്കാരുടെ അടുത്ത് ആലോചന ചോദിക്കാൻ പോകും. അവിടെ ചെന്ന് കബഡി നിരത്തി അവരുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് കേട്ടാലേ മനുഷ്യന് തൃപ്തിയുള്ളൂ. അത് ലോകജാതികളുടെ സ്വഭാവമാണ്. ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ. ഇതാ അവർ താളടി പോലെയായി തീക്കിരയാകും. അവർ അഗ്നിജ്വാലയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുവിക്കുകയുമില്ല. അത് കുളിർമാറ്റുവാൻ തക്ക കനലും കായുവാൻ തക്ക തീയുമല്ല. ഇങ്ങനെയാകും നീ അധ്വാനിച്ചിരിക്കുന്നത്. ഈ പോകുന്നത് മുഴുവനും ഇവർക്കൊന്നും ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ല. താൽക്കാലികമായി ഇന്ന നക്ഷത്രം ഇന്ന ഗ്രഹത്തിൽ ഇന്ന മഠത്തിൽ നിന്നാൽ അവൻ്റെ അനുഭവം ഇന്നതായിരിക്കുമെന്ന് ശാസ്ത്രത്തിൽ വരെ എഴുതി വച്ചിരിക്കുന്നതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്നിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ദൈവത്തിൻ്റെ പൈതലിനെ മുടി പൊഴിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. മാത്രമല്ല ഇതുമായിട്ട് ജീവിച്ച് പോകുന്നവന് ഇതുമായിട്ട് എപ്പോഴും മാസാന്തരം അറിയിക്കും. മാസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും
ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിൽ ഈ 12 മാസത്തിലും ഗ്രഹങ്ങൾ മാറി മാറി വരും. അതായത് നക്ഷത്രങ്ങൾ മാറി മാറി വരും. ആ മാറി മാറി വരുമ്പോൾ അനുഭവം മാറും. ഈ അനുഭവം മാറി മാറി വരുമ്പോൾ ആ അനുഭവം, മാറുന്ന അനുഭവം എത്ര ശ്രേഷ്ഠമായിരുന്നാലും ദൈവം വിരോധമായാൽ അവൻ, നമ്മൾ പറയും, എത്ര ശുക്രദശയിൽ നിന്നോ പറഞ്ഞു, ഏത് ശുക്രനായിരുന്നാലും ഏത് നക്ഷത്രത്തിൻ്റെ ശ്രേഷ്ഠമായ അവസ്ഥയിൽ നിന്നാലും ദൈവമെതിരായാൽ അവനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവൻ പ്രവർത്തിച്ച് നോക്കുകയും തീക്കിരയായി തീരും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പൈതലിൻ്റെ ധൈര്യം. നക്ഷത്രം നോക്കുന്നവർ നോക്കട്ടെ, ജ്യോതിഷം നോക്കുന്നവർ നോക്കട്ടെ, പഞ്ചാംഗം നോക്കുന്നവർ നോക്കട്ടെ, അവരവരുടെ വഴിക്ക് പോയി അവർ ആ ശ്രേഷ്ഠതയിലെത്തട്ടെ, എത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. ഇവൻ ഈ സകല ആലോചനകളിൽ നിന്നും, ഇവൻ ഈ സകല നക്ഷത്രരാശികളുടെ സ്വാധീനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവേഷ്ടം ചെയ്ത് എന്നേക്കും നിൽക്കുന്ന ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിലായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.